എല്ലാവർക്കും നമസ്കാരം. സ്ട്രൈക്ക് ടോക്കറിലേക്ക് സ്വാഗതം. ഇടതും വലതും തമ്മിലുള്ള സാധാരണ പോരാട്ടമാണെന്ന് കരുതിയെടുത്തു നിന്ന് PV അൻവറും BJPയും കളന്നെറിഞ്ഞതോടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മുന്നണികൾക്ക് നെഞ്ചിടിപ്പ്. അൻവർ പ്രശ്നത്തിൽ പിണങ്ങിയ ലീഗും കോൺഗ്രസും വെല്ലുവിളി ഒന്നിച്ച് നേരിടാൻ ധാരണയായിട്ടുണ്ട്. UDF കൺവെൻഷൻ ഉദ്ഘാടനത്തിനെത്തിയ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയും വിഷയം ചർച്ച ചെയ്തു. അൻവർ പ്രശ്നം കോൺഗ്രസ് കൈകാര്യം ചെയ്ത രീതിയോടുള്ള അതൃപ്തി ഞായറാഴ്ച ചേർന്ന ലീഗ് നേതൃയോഗം പ്രകടിപ്പിച്ചിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ രൂക്ഷ വിമർശനമാണ് ലീഗ് നേതൃയോഗത്തിലുണ്ടായത്. അൻവർ സ്ഥാനാർത്ഥിയായ സ്ഥിതിക്ക് UDFന്റെ വിജയം ഉറപ്പുവരുത്താൻ പരമാവധി ഊർജം സംരംഭിച്ച് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാനാണ് UDF നേതൃയോഗ ധാരണ. പാർട്ടി വോട്ടുകൾ അൻവറിലേക്ക് പോകാതിരിക്കാൻ ലീഗ് സ്വന്തം നിലയ്ക്കും ബൂത്ത് തലത്തിലും സംഘടനാ സംവിധാനം ശക്തമാക്കും. ലീഗിന് സ്വാധീനമുള്ള 3 ഗ്രാമപഞ്ചായത്തുകളിൽ പാർട്ടി കൂടുതൽ ശ്രദ്ധയെന്നും അൻവർ പിടിക്കുന്ന UDF വോട്ടുകളിലാണ് ഇടതിൻ്റെ പ്രതീക്ഷ. തോൽവി ഉറപ്പിച്ചിരുന്നിടത്താണ് LDF വിജയം സ്വപ്നം കാണുന്നത്. അതനുസരിച്ച് പ്രചാരണം സൂക്ഷ്മതലത്തിൽ കൂടുതൽ ശക്തിപ്പെടുത്തിയിരിക്കുകയാണ് ഇടത് ക്യാമ്പ്. കൂടുതൽ പ്രചാരണ യോഗങ്ങളിലേക്ക് മുഖ്യമന്ത്രി എത്തും. പരമാവധി ഇടങ്ങളിൽ സ്ഥാനാർത്ഥി തന്നെ വോട്ട് അഭ്യർത്ഥിച്ചെത്തും. പരമ്പരാഗത വോട്ടുകൾ ചോരാതിരിക്കാനുള്ള ജാഗ്രത CPM ഭാഗത്തു നിന്നുണ്ട്. നിലമ്പൂരിൽ BJP CPM രഹസ്യബന്ധം കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. BJPയിലേക്ക് പോകാൻ സാധ്യതയുണ്ടായിരുന്ന SNDP വോട്ടുകൾ ഇടതിനു തന്നെ വീഴുമെന്ന വിലയിരുത്തലിലാണ് UDF. മനസ്സില്ലാ മനസ്സോടെ കളത്തിലിറങ്ങിയ BJP അവസാന നിമിഷ പ്രചാരണത്തിൽ സജീവമാണ്. ക്രൈസ്തവ വോട്ടുകൾ കണ്ണുവെച്ചാണ് മോഹൻ ജോർജിനെ കളത്തിലിറക്കിയതെങ്കിലും പരമ്പരാഗത UDF വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്താൻ പ്രയാസമായിരിക്കും. മോഹൻ ജോർജ് പ്രതിദാനം ചെയ്യുന്ന മാർത്തോമ സഭ BJPയോട് അനുഭാവം പ്രകടിപ്പിക്കാത്ത വിഭാഗമാണ്. കോൺഗ്രസ് ലീഗ് വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്തി വോട്ടുറപ്പിക്കാനാണ് അൻവറിൻ്റെ നീക്കം. അന്തരിച്ച മുൻ DCC അധ്യക്ഷൻ VV പ്രകാശിൻ്റെ വീട്ടിലെത്തി വോട്ട് അഭ്യർത്ഥിച്ചാണ് പ്രചാരണ തുടക്കം. ആര്യാടൻ ഷൗക്കത്തിനെതിരായ നെഗറ്റീവ് വോട്ടുകൾ പെട്ടിയിലാക്കാനുള്ള സൂത്രവിദ്യകളും അൻവർ പയറ്റുന്നുണ്ട്. സമുദായ സംഘടനകളിലേക്കും തൃണമൂൽ കണ്ണുവെക്കുന്നുണ്ട്. ബംഗാൾ നേതാക്കളെ ഇറക്കി കളിക്കാനും നീക്കമുണ്ട്. അതേസമയം MLA സ്ഥാനം രാജിവെച്ചയാൾ വീണ്ടും സ്ഥാനാർത്ഥിയാകുന്നത് വോട്ടർമാർ എത്രത്തോളം സ്വീകരിക്കുമെന്ന പ്രശ്നവുമുണ്ട്. നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് കളത്തിൽ സജീവമായ UDF പ്രചാരണത്തിലും ഒരുപടി മുന്നിലാണ്. CPMന്റെ കേഡർ സംവിധാനത്തിൻ്റെ ബലത്തിൽ M സ്വരാജും പഴുതടച്ചാണ് നീങ്ങുന്നത്. STPയ്ക്കും കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടുകൾ നിലനിർത്തേണ്ടത് അഭിമാന പ്രശ്നമാണ്. അടിക്കടിക്കുള്ള തെരഞ്ഞെടുപ്പുകളും കാലാവർഷവും കാരണം ഇത്തവണ പോളിംഗ് ശതമാനം ഗണ്യമായി കുറയുമെന്ന വിലയിരുത്തലുണ്ട്. പോളിംഗ് ശതമാനം 65% താഴെ വന്നാൽ മുന്നണികൾക്ക് കിട്ടുന്ന വോട്ടുകളിൽ 10,000ൻ്റെ കുറവ് വരും. ഇതിനാൽ അൻവർ ചോർത്തുന്ന വോട്ടുകൾ ജയപരാജയം നിർണ്ണയിക്കുമെന്ന ആശങ്ക ഇരു മുന്നണികൾക്കുമുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.